ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളായ സ്കോഡ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. നെയിം യുവർ സ്കോഡ എന്ന പേരിൽ 2025 അവർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ മോഡലായ SUVക്ക് ഒരു പേര് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഏതാണ്ട് 10,000 പേർ ആ ക്യാമ്പയിൻ്റെ ഭാഗമാവുകയും ഏകദേശം 2 ലക്ഷത്തോളം പേരുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. കെയിൽ തുടങ്ങി ക്യൂബിൽ അവസാനിക്കുന്ന പേരുകളാണ് നിർദ്ദേശിക്കേണ്ടതെന്നും ഒരാൾക്ക് ഒന്നിലധികം പേരുകൾ നിർദ്ദേശിക്കാമെന്നും സ്കോഡ പറഞ്ഞിരുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള പേരുകൾ അവർക്ക് ലഭിക്കുകയും ഈ പറഞ്ഞ ക്യാമ്പയിൻ വലിയ രീതിയിൽ വൈറലാവുകയും ധാരാളം പേർ ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്തു. അവസാനം ഇതിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന പേര് കൈലാക്ക് എന്ന പേരാണ്. ഈ പേര് നിർദ്ദേശിച്ചത് മലയാളിയായ കാസർഗോഡുള്ള നജാത്ത് അറബി കോളേജിലെ ഖുർആൻ അധ്യാപകനായ മുഹമ്മദ് സിയാദാണ്. ഈ ക്യാമ്പയിൻ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്ന വിവരം സിയാദിൻ്റെ സുഹൃത്ത് സിയാദിനെ അറിയിക്കുകയും സിയാദ് ഒരു കൗതുകത്തിന് ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന കൈലാക്ക് എന്ന പേര് ആദ്യം അദ്ദേഹത്തിൻ്റെ സഹോദരനോടും സഹോദരിയോടും ഷെയർ ചെയ്യുകയും അവരുടെ കൂടി അഭിപ്രായം മാനിച്ച് നല്ല പേരാണെന്ന് മനസ്സിലാക്കിയാണ് സിയാദ് ഈ പേര് നെയിം യുവർ സ്കോഡ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി അവിടെ അദ്ദേഹം രേഖപ്പെടുത്തിയത്. ഈ പേരിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ പളുങ്ക് അല്ലെങ്കിൽ സ്ഫടികം എന്നൊക്കെ ഭാഷാർത്ഥം വരുന്ന ഒരു വാക്കാണ് കൈലാക്ക് എന്നുള്ളത്. ഏതായാലും വിജയിയായി സിയാദിനെ പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയിലെ 2025 പുറത്തിറങ്ങാൻ പോകുന്ന സ്കോഡയുടെ അവരുടെ SUV മോഡലിൻ്റെ ആദ്യത്തെ ഓണറായി മുഹമ്മദ് സിയാദ് മാറിയിരിക്കുകയാണ്. ഒരു 2 വീലർ മാത്രം സ്വന്തമായുള്ള സിയാദിന് ഈ സമ്മാനം അങ്ങേയറ്റം ആഹ്ലാദകരവും സന്തോഷകരവുമായി മാറി. ഇത്തരമൊരു വാഹനം താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ലെന്നും ഒരു കൗതുകത്തിന് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായതാണെന്നും ഏതായാലും 2 ലക്ഷത്തോളം പേരുകളിൽ നിന്നും താൻ നിർദ്ദേശിച്ച പേര് സ്കോഡ തിരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്നും സിയാദ് പറഞ്ഞു. ഏതായാലും 2025 ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന സ്കോഡയുടെ ഏറ്റവും പുതിയ മോഡലിൻ്റെ ആദ്യത്തെ ഉടമസ്ഥനായി മാറിയ മുഹമ്മദ് സിയാദിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും.